വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 23-73-5 കോഡ് എ കേരള സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സെഫാലോകോർഡേറ്റ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മയോമിയേഴ്സ്? സെഫാലോകോർഡേറ്റിൽ മയോമിയേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ടു ഫെസിലിറ്റേറ്റ് ലോക്കോമോഷൻ. ഇപ്പോൾ ലോക്കോമോഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ് മയോമിയേഴ്സിന്റെ ഫംഗ്ഷൻ. അടുത്തത് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ബ്ലാസ്റ്റ് സെർച്ച് ഈസ് യൂസ്ഡ് ടു. അപ്പൊ ബയോ ഇൻഫോർമാറ്റിക്സിൽ ബ്ലാസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സെർച്ച് ഫോർ ഹോമലോഗസ് സീക്വൻസിന്റെ ഡാറ്റാബേസ്. അപ്പൊ ഡാറ്റാബേസിന്റെ ഹോമലോഗസ് സീക്വൻസ് സെർച്ച് ചെയ്യാനാണ് നമ്മൾ ബ്ലാസ്റ്റ് അൽഗോരിതം ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്നേക് തേർഡ് സൂപ്രാലേബിയൽ ഷീൽഡ് ടച്ചസ് ഐ ആൻഡ് നേസൽ ഷീൽഡ്? ഏതാണ്? നജയുടെ ഏറ്റവും ഫീച്ചർ ആണ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് അത്. തേർഡ് സൂപ്രാലേബിയൽ ഷീൽഡ് ടച്ചസ് ഐ ആൻഡ് നേസൽ ഷീൽഡ്. അടുത്തത് ബാലിൻ പ്ലേറ്റ് ആർ ഫൗണ്ട് ഇൻ. ബാലിൻ പ്ലേറ്റ് ഉള്ളത് എവിടെയാണ്? ബ്ലൂ വെയിൽസിനാണ് ബാലിൻ പ്ലേറ്റുകൾ ഉള്ളത്. അടുത്തത് DNA റെപ്ലിക്കേഷൻ ഒക്കർ ഇൻ ഡാഷ് ഫേസ്. ഓപ്ഷൻ സി സിന്തസിസ് ഫേസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഫേസിലാണെന്നുള്ളത്. അടുത്തത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ വാസ് പ്രപ്പോസ്ഡ് ബൈ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് അതിന്റെ ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻഡ് ഈസ് നോട്ട് കൺസിഡർഡ് എ മെയിൽ അസസറി ഗ്ലാൻഡ്? അതായത് മെയിൽ അസസറി ഗ്ലാൻഡിൽ അല്ലാത്തത് ഏതൊക്കെയാണ്? നമ്മൾ സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറത്രൽ ഗ്ലാൻഡ് ഇതൊക്കെ മെയിൽ അസസറി ഗ്ലാൻഡ് ആണ്. പക്ഷെ ബർത്തോലിൻ ഗ്ലാൻഡ് മാത്രം മെയിൽ അസസറി ഗ്ലാൻഡ് അല്ല. ഓക്കെ. ഇനി ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ ഈസ് ഫൗണ്ട് ഇൻ. ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ എവിടെയാണുള്ളത്? ഓപ്ഷൻ ഡി ഹെപ്പാറ്റിക് വെയിൻ. അടുത്തത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ദ 46 ഹ്യൂമൻ ക്രോമസോം ഹാവ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഡാഷ് ഗ്രൂപ്പ്സ്. എത്ര ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 7 ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഹൂ എമോങ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? പോൾബർഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഫാദർ ആരാണ്? പോൾബർഗ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഹൈബ്രിഡോമ ടെക്നോളജി. ഹൈബ്രിഡോമ ടെക്നോളജി എന്താ ചെയ്യുന്നത്? ഓപ്ഷൻ ബി ബി സെൽസ് ആർ ഫ്യൂസ്ഡ് വിത്ത് മൈലോമ സെൽസ്. ബി സെൽസ് ഫ്യൂസ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? മൈലോമ സെൽസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, ഏതാണ് ആൻസർ? പാരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പൊ പാരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്, സബ്മൻഡിബുലർ ഗ്ലാൻഡ് ഉണ്ട്, സബ്ലിംഗൽ ഗ്ലാൻഡ് ഉണ്ട്, ലിവർ ഉണ്ട്. അപ്പൊ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റെൻസൺ ഡക്റ്റ് ആണ്. സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് വാർട്ടൺ ഡക്റ്റ്. അതുപോലെ സബ് ലിംഗൽ ആണെങ്കിലോ ഡക്റ്റ് ഓഫ് ബർത്തോലിൻ. ലിവർ ആണെങ്കിൽ ഹെപ്പാറ്റിക് ഡക്ട്. അപ്പൊ ഇതിൽ നമുക്ക് ലിവർ ഓൾറെഡി അറിയാം, ഹെപ്പാറ്റിക് ഡക്ട്. ഓക്കെ. അപ്പൊ ഇതിൽ D1 കാണിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ. അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റാബിറ്റ്. റാബിറ്റ് ബിലോങ് ടു ദ ഓർഡർ ലാഗോമോർഫ. അപ്പൊ റാബിറ്റിന്റെ ഓർഡർ ആണ് ലാഗോമോർഫ. ഓപ്ഷൻ എ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഏലിയൻ സ്പീഷീസ് ഇൻ ദ വാട്ടർ ബോഡീസ് ഓഫ് കേരള? ഏലിയൻ സ്പീഷീസ് അല്ലാത്തത് ഏതാണ്? പ്ലോട്ടോസസ് കാനിയസ്. ഓക്കെ. അടുത്തത് അസേർഷൻ റീസൺ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അസേർഷൻ നോക്കാം. ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് ഫോർ കൺട്രോളിംഗ് ഇൻസെക്ട് പെസ്റ്റ് ക്യാൻ ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ പെസ്റ്റ് പോപ്പുലേഷൻ. എക്സ്പോഷർ ടു സബ്ലെതൽ ഡോസ് ഓഫ് പെസ്റ്റിസൈഡ് ക്യാൻ സെലക്ട് ഫോർ ഇൻഡിവിജ്വൽ വിത്ത് ജനറ്റിക് ട്രൈറ്റ് ദാറ്റ് കൺഫർ റെസിസ്റ്റൻസ്. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. അതായത് അസേർഷനും റീസണും ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്തത് പ്രോട്ടീൻ ഡാറ്റാബേസ് വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ അബൌട്ട് പ്രോട്ടീൻ സ്ട്രക്ചർ. ഏത് പ്രോട്ടീൻ ഡാറ്റാബേസിലാണ് പ്രോട്ടീൻ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉള്ളത്? PDB-യിലാണ് കൂടുതലും ഈ ഒരു പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. PDB-യിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി PDB. അടുത്തത് CAMP എന്ന് പറയുന്ന ക്യാമ്പ് ഡിസ്കവർ ചെയ്തത് ആരാണ്? EW സുദർലാൻഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി EW സുദർലാൻഡ്. അടുത്തത് ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ ഏതാണ്? 4 ആണ്. എന്ത്? ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ. അടുത്തത് അസേർഷൻ ഇൻ ബയോ ഇൻഫോർമാറ്റിക് ഹോമോലോഗി മോഡലിംഗ് ഈസ് യൂസ് ടു പ്രെഡിക്ട് 3-dimensional structure of a protein. Homology modeling relies on the assumption that protein with a similar amino acid sequence have similar 3-dimensional structure. So answer option A both A and R are true and R is the correct explanation of A. ഇനി അടുത്തത് in eukaryote heterogeneous nuclear RNA is transcribed by. അപ്പോൾ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? RNA പോളിമറൈസ് 2. ആരുടെ കേസിലാണ്? യൂക്കാരിയോട്സിന്റെ കേസിൽ RNA പോളിമറൈസ് 2. അടുത്ത അസേർഷൻ സിലിൻഡ്രേറ്റ് പോസസ് വെരി പ്രിമിറ്റീവ് നെർവസ് സിസ്റ്റം. സിലിൻഡ്രേറ്റയ്ക്ക് ഒരു പ്രിമിറ്റീവ് നെർവസ് സിസ്റ്റം ആണുള്ളത്. ന്യൂറോൺസ് ഒക്കർ ഫോർ ഫസ്റ്റ് ടൈം ഇൻ സിലിൻഡ്രേറ്റ്. സിലിൻഡ്രേറ്റ്സിലാണ് ഏറ്റവും ആദ്യം ന്യൂറോൺസ് ഉണ്ടായത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
ഇനി എ മെയിൽ എക്സിബിറ്റ് റിന്യൂവ്ഡ് സെക്ഷൽ ഇൻട്രസ്റ്റ് വെൻ എവർ എ ന്യൂ ഫീമെയിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് എന്ത് എഫക്റ്റ് ആണ് ഇത്? കൂളിഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മീനമാത്ത ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ഡാഷ് പോയിസണിങ്. ഏതാണ്? മെർക്കുറി. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മീനമാത്ത ഡിസീസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് മെർക്കുറി പോയിസണിങ് ആണ്. ഇനി സ്പോഡപ്റ്ററ മൗരീഷ്യ, ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്പോഡപ്റ്ററ മൗരീഷ്യ എന്ന് പറയുന്നത് പാഡിയുടെ പെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ദ വേരിയന്റ് ഫോം ഓഫ് എൻസൈം വിച്ച് ഡിഫർ സ്ട്രക്ചറലി ബട്ട് നോട്ട് ഫങ്ഷണലി ആൻഡ് എൻകോഡഡ് ബൈ ഡിഫറെന്റ് അല്ലീൽസ് ഓഫ് സെയിം ലോക്കസ്. ഏതാണ്? അല്ലോ എൻസൈംസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഈസ് എ സീഡോസിലോമേറ്റ്? ഇതിൽ സീഡോസിലോമേറ്റ് ഏതാണ്? സീഡോസിലോമേറ്റ് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് ആണ് സീഡോസിലോമേറ്റ്. ഓപ്ഷൻ സി അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. അടുത്ത, വിച്ച് ഫോളോയിങ് ഹണി ബീ ഈസ് നോൺ ആസ് റോക്ക് ബീ? റോക്ക് ബീ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ എപ്പിസ് ഡോർസെറ്റ. ഇനി when a single gene pool split into several gene pool and lead to increasing number of species, ഏതാണ്? ഓപ്ഷൻ എ ക്ലാഡോജെൻസിസ്. അതിനെയാണ് ക്ലാഡോജെൻസിസ് എന്ന് പറയുന്നത്. ഇനി ഓർഗാനിസം ദാറ്റ് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച്. അപ്പൊ നാരോ റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ടീനോതെർമൽ ആണെന്ന് അറിയാം, സ്റ്റീനോതെർമൽ ആണെന്ന് അറിയാം. വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ വൈഡ് എന്ന് പറയുമ്പോൾ തന്നെ യൂറി, അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെർമൽ, അപ്പൊ യൂറി തെർമൽ ആണ് അതിന്റെ ആൻസർ. ഇനി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തതാണ്? 1986 ഓപ്ഷൻ ബി 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എഗ് മെമ്പറിൻ ഈസ് എസെല്ലുലാർ? ഏതാണ്? ഓപ്ഷൻ എ സോണ പെലൂസിഡ എന്ന് പറയുന്നതാണ് എസെല്ലുലാർ. ഇനി ഐഡന്റിഫൈ ദ റോങ് മാച്ച്ഡ് പെയർ. ഏതാണ്? ഓപ്ഷൻ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസ് ഈസ് ലെസ് ദാൻ മീൻ. അത് റോങ്ലി മാച്ച്ഡ് ആണ്. ഇനി ദ മീൻ ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ്. ആവറേജിൽ നിന്നുള്ള ഒരു അബ്സല്യൂട്ട് ഡീവിയേഷൻ. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ മീൻ ആണ്, അതിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് എന്ത്? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡ്യൂട്രോസ്റ്റോം? ഏതാണ്? ഓപ്ഷൻ ബി ആസ്റ്റോറിയസ് ആണ്. ഓപ്ഷൻ ബി ആസ്ട്രിയസ് ആണ് ഒരു ഡ്യൂട്രോസ്റ്റോം എന്ന് പറയുന്നത്. അടുത്തത്, ദ പ്രിൻസിപ്പിൾ വിച്ച് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. ഏതാണ്? അതിൽ നമുക്ക് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് കേട്ടിട്ടുണ്ട്, വേരിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്, സാൾട്ടേഷൻ അധികം അറിയില്ല. സോ അതൊന്ന് ജസ്റ്റ് ഊഹിക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ കിട്ടും. സാൾട്ടേഷൻ ആണ് അതിന്റെ നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, ഇനി അടുത്തത്, റാൻഡം മേറ്റിംഗ് ഇസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. റീസൺ, റാൻഡം മേറ്റിംഗ് കീപ് ദ കോൺസ്റ്റന്റ് അലീലിക് ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഏതാണ്? ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു റാൻഡം മേറ്റിംഗ്. റാൻഡം മേറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് അലീൽ ഫ്രീക്വൻസി മാറാത്തത്, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. സോ അത് കറക്റ്റ് ആണ്. അടുത്തത്, ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ്? കമ്മ്യൂണിറ്റിയിലുള്ള ഡൈവേഴ്സിറ്റിനെയാണ് ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഡൈവേഴ്സിറ്റി വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഇനി ACTH അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ACTH ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ACTH സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ACTH ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് മെയിൻ ആയിട്ട് ACTH സെക്രീറ്റ് ചെയ്യുന്നത്. അടുത്തത്, ദ ബിഹേവിയർ ഓഫ് യങ് ഡക്ക് ഫോളോയിങ് ദർ മദർ. ഇത് ഏതാണ്? ഇംപ്രിന്റിംഗ് ആണ് അതിന്റെ ആൻസർ. അതായത് ആ ചെറിയ ഡക്കുകൾ അതിന്റെ അമ്മനെ ഫോളോ ചെയ്ത് പോകുന്ന ആ ഒരു ബിഹേവിയറിനെയാണ് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ആരാണ്? മേയർ ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ആരാണെന്ന്? ഇറ്റ് ഈസ് ഗിവൺ ബൈ മേയർ. അടുത്തത്, ദ ഫിനോമിനൻ ബൈ വിച്ച് എ ഹാംലെസ് സ്പീഷീസ് ഹാസ് ഇവോൾവ് ടു ഇമിറ്റേറ്റ് ദ വാർണിംഗ് സിഗ്നൽ ഓഫ് എ ഹാംഫുൾ സ്പീഷീസ്. ഏതാണ്? ഒരു ഹാംലെസ് സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹാംഫുൾ സ്പീഷീസിന്റെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഓപ്ഷൻ എ ബാറ്റ്സിയൻ മിമിക്രി എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ലിങ്കേജ്. ലിങ്കേജ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, രണ്ട് ജീനുകൾ അടുപ്പിച്ച് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരിനി അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ലിങ്ക്ഡ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഡിഫറെന്റ് ക്രോമസോം. അത് തെറ്റാണ്. ലിങ്ക്ഡ് ജീൻസ് ഒരുമിച്ചാണ്, ഒരേ ഇതിലാണ് ഇരിക്കുന്നത്. ലിങ്ക്ഡ് ജീൻസ് സെക്രീറ്റ് ഇൻഡിപെൻഡന്റ്ലി അല്ല. ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ അവർ ഒരുമിച്ചേ പോകുള്ളൂ. ലിങ്ക്ഡ് ജീൻസ് ആർ ഓൾവേസ് ലൊക്കേറ്റഡ്. അപ്പൊ ഓപ്ഷൻ സി കണ്ട, അവരെപ്പോഴും ദേ ആർ ഓൾവേസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ ഓൺ ദ സെയിം ക്രോമസോം. സെയിം ക്രോമസോമിലായിരിക്കുള്ളൂ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ലിങ്കേജ്? ഓപ്ഷൻ സി ആണ്. ഇനി വെൻ വൺ ജീൻ മാസ്ക് ഓർ മോഡിഫൈഡ് എക്സ്പ്രഷൻ ഓഫ് എ നോൺ അലീലിക് ജീൻ ഇറ്റ് ഈസ് കോൾഡ്, അതിനെയാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്? ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സിംഗിൾ സ്റ്റാൻഡേർഡ്
DNA വൈറസ് എന്ന് പറയുന്നത്. ഇനി ഡയസ്റ്റമ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗ്യാപ്പ്, ഒരു സ്പേസിൽ ഇൻസിസും പ്രിമോളേഴ്സിനും അടക്കമുള്ള സ്പേസിനെയാണ് ഡയസ്റ്റമ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസേർഷൻ ആണ്. മിയോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് സെൽ ഫ്രം ഡിപ്ലോയിഡ് സെൽ. അത് കറക്റ്റ് ആണ്. ഡിപ്ലോയിഡ് സെൽസിൽ നിന്ന് ഹാപ്ലോയിഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ റീസൺ നോക്കിക്കേ. മിയോസിസ് ഇൻവോൾവ് 2 rounds of cell division resulting in separation of homologous chromosome during first division and sister chromatid during second division. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആണല്ലോ. അപ്പോൾ A and R, ഓപ്ഷൻ A, both A and R are true. R is the correct explanation of A. In which of the following is not a product of Krebs cycle? ബാക്കി സാധനം NADH, FADH2, CAMP ഇതൊക്കെ Krebs സൈക്കിളിന്റെ പ്രൊഡക്റ്റ് ആണ്. അല്ലാതെ ഏതാണ്? അസറ്റൈൽ കോയ. ഓപ്ഷൻ ഡി, അസറ്റൈൽ കോയ. ഇനി ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏതാണ്? ഓപ്ഷൻ സി, പമ്പാസ്. അടുത്തത് ബയോപൈറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? ഓപ്ഷൻ ബി, ദ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സ് ഓർ നോളജ് ഫ്രം ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ഓർ കൺട്രി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ തിയറി ഓഫ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. പഞ്ച്വേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റാപ്പിഡ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കാണിക്കാൻ സാധിക്കും. അപ്പോൾ എവല്യൂഷണറി ചേഞ്ച് ഒക്കെ റാപ്പിഡ്ലി എന്ന് കാണുമ്പോൾ തന്നെ എഴുതാത് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിന്റെ കേസാണ്. സോ എവല്യൂഷണറി ചേഞ്ച് ഒക്കെ റാപ്പിഡ്ലി ഇൻ റെസ്പോൺസ് ടു സഡൻ എൻവയൺമെന്റൽ ചേഞ്ചസ്. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.